ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ ആക്ഷനൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലർ പാമ്പ് തേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ടായിരുന്നു. എനിവേ നല്ല നല്ല എനർജിയിലിരിക്കുക. എന്താ പറഞ്ഞേ? ഓക്കെ. സോ നിങ്ങൾക്കൊക്കെ ഏറ്റവും രസം എന്ന് തോന്നുന്നത് എന്താണ്? രസമാണ് അല്ലേ? നിങ്ങൾ ഏറ്റവും രസിക്കുന്നത് എന്തിലാണ്? ഫുട്ബോളുകാരൊക്കെ ഒന്ന് കൈവക്കാം. ആ, ഇവിടെ ഉള്ളു. അടുത്തത് ഫുഡ്. പിന്നെ ഫുഡ് കഴിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റും? ഫുഡുകാരൊക്കെ ഒന്ന് കൈ നോക്കിക്കേ. നിങ്ങൾ പൊക്കിയേ പറ്റുള്ളൂ. അത്രയ്ക്ക് ആത്മീയരാകാൻ പറ്റത്തില്ല. മ്യൂസിക്കാരൊന്ന് കൈ നോക്കിക്കേ. വെരി ഗുഡ്. എല്ലാവരും സംഗീതജ്ഞരാണ്. പിന്നെ അടുത്തത് കാറ്, ബൈക്ക്. ഓക്കെ, കാറ്, ബൈക്ക്. നൈറ്റ് ഡ്രൈവോ? എൻ്റെ പറ്റും പാടില്ലേന്ന് എന്നോട് ചോദിക്കുവോ? പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് തിരിച്ച് കോയമ്പത്തൂർ പോകാൻ പറ്റത്തില്ല. സ്ത്രീ സമത്വത്തിൻ്റെ ഉഗ്രമായ ശാക്തീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്കതിന് വിരോധമായി ഒന്നും പറയാൻ സാധിക്കത്തില്ല. അടുത്തത് പിന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് വല്ലതെന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും നേരം ഞങ്ങളില്ലേ പറഞ്ഞില്ലേ? എന്നാലും ഒന്നുകൂടെ പറഞ്ഞു. ഫോണിൽ ഞാൻ രസിക്കും. നല്ല സത്യസന്ധമായ ഉത്തരങ്ങളൊക്കെ. അതിനാ ഞാൻ സഹോദരിമാരോട് ചോദിക്കും. റീൽസിൽ ഞാൻ രസിക്കും. പിന്നെ റീൽസിൽ രസിക്കുന്ന എത്ര പേരുണ്ട്? കയ്യും കാലും പൊക്കിയേ പറ്റുള്ളൂ ഇതിന്. എൻ്റെ നിങ്ങൾക്കൊന്നും റീൽസ് ഇഷ്ടമല്ലേ? അതെന്തുവാ ഈ റീൽസ് അല്ലേ? ഷോപ്പിംഗ് അതിവിടെ വരത്തില്ലെന്നറിയാം. ഇവിടെ പൊക്കത്തുള്ളൂ, കുറച്ചേ ഉള്ളൂ. ഷോപ്പിങ്ങിന് കടയിൽ പോവും, പക്ഷെ ഒന്നും മേടിക്കത്തില്ല. തുണിക്കടയിലൊക്കെ ചെന്നിട്ട് പാവം അവിടെ നിൽക്കുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും കൊണ്ട് എല്ലാ തുണികളും വാരി ഇടിപ്പിക്കും. ലാസ്റ്റ് ഇത് എനിക്ക് പറ്റത്തില്ല ചേട്ടാ, ഇതെല്ലാം തിരിച്ചു വെച്ചോ എന്ന് പറഞ്ഞ് ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങി വരും അല്ലേ? ആ ഷോപ്പിംഗ് ആണോ ഇഷ്ടം, അതോ വല്ലതും വാങ്ങിക്കുന്ന ഷോപ്പിംഗ് ആണോ ഇഷ്ടം? മറ്റേതാണ് ഇഷ്ടം, പക്ഷെ ഇതാ നടക്കാറുള്ളൂ. വീട്ടുകാരും എല്ലാം കാശ് കയറട്ടെ അല്ലേ? അപ്പോൾ നമുക്കെല്ലാം പലവിധമായ രസങ്ങളുണ്ട്. ഇനി രസം ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? രസം മനസ്സിലായോ? രസം എല്ലാവർക്കും ഇഷ്ടമാണോ? അപ്പൊ ഇന്ന് വൈകിട്ട് എല്ലാവർക്കും ചോറും രസവുമാണ്. നല്ല രസമല്ലേ? പൊറോട്ടയും ബീഫോ? ടെൻസഞ്ച പൊറോട്ടയും ബീഫും അതിൻ്റെ പൊറോട്ടയും രസവും ഒക്കെയല്ലോ. രസം ഇഷ്ടമല്ലേ? അപ്പം പൊറോട്ടയുടെ കൂടെ രസം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇത്രയും നേരം നല്ല രസമായിരുന്നു, ഇനി അങ്ങോട്ട് രസം പോരാ. ഓക്കെ, ഒരു വാക്യം ഒന്ന് വായിക്കാമോ? സാംസ് 37:4, സങ്കീർത്തനം 37:4. ഉറക്കെ വായിക്കണം. ഓക്കെ. യഹോവയിൽ തന്നെ ഒന്ന് പറയാമോ? യഹോവയിൽ തന്നെ. ഇച്ചിരി കൂടെ ഉറക്കെ പറഞ്ഞു. യഹോവയിൽ തന്നെ. അതിൽ രസമുണ്ടോ? യഹോവയിൽ രസിക്കുന്ന എത്ര പേരുണ്ട്? അതെന്നാ രസമാണെന്നായി ചോദിക്കുന്നത് അല്ലേ? യഹോവയിൽ രസിക്കുന്ന എത്ര പേരുണ്ട്? എന്തുവാ ഈ രസിക്കുക എന്ന് പറഞ്ഞാൽ? അല്ല, ശരിക്കും എന്തോ ഈ രസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തുവാ രസിക്കുക എന്ന് പറഞ്ഞാൽ? എൻജോയ്. ഓക്കെ, വേറെ എന്തെങ്കിലും? റിജോയ്സ്. ഓക്കെ, കേട്ടില്ല. ടൈമിങ്. ടൈം പോകുന്നത് അറിയത്തില്ല. രസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈം പോകുന്നത് അറിയാറേ ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ടൈം പോകുന്നത് അറിയത്തില്ല. ഓക്കെ, ദെൻ അടിപൊളി. ഒരു കൈയടി. കാരണം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണമല്ലോ അത് വ്യാഖ്യാനിക്കേണ്ടത്, എന്നാലല്ലേ നമുക്ക് എല്ലാവർക്കും പിടി കിട്ടത്തുള്ളൂ. അപ്പോൾ അടിപൊളി. അപ്പോൾ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ യഹോവയിൽ അടിച്ചു കൊള്ളുക. റിജോയ്സ് ഇൻ ഗോഡ്. ഓക്കെ, കർത്താവിൽ ഡാഷ്. ഫിലിപ്പി ലേഖനത്തിലെ വാക്യം, കർത്താവിൽ സന്തോഷിപ്പീൻ. ഒന്ന് എൻ്റെ കൂടെ ചേർന്ന് പറയാം. കർത്താവിൽ സന്തോഷമുണ്ടോ? കർത്താവിൽ സന്തോഷമുണ്ടോ?
ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ കർത്താവിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ശക്തിയില്ലല്ലോ. ആമേൻ. വെരി ഗുഡ്. അപ്പോൾ ഒരു രസത്തെ പറ്റി ഞാൻ പറയാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് ഭയങ്കര രസമാണ്. ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? പിന്നെ എത്ര വട്ടം കേട്ടിട്ടുണ്ട്? എന്താ വാക്ക്? കുറച്ച് പറഞ്ഞേ. ഈ പറയുന്നതിലൊന്നും ഒരു രസമില്ലല്ലോ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. വെരി ഗുഡ്. എന്താ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്തോ അതും അടിപൊളിയാണോ എന്തോ? ഇനി ഞാൻ കൈയടിക്കത്തില്ല കേട്ടോ. നീ എത്ര അടിപൊളി പറഞ്ഞാലും ഞാൻ കൈയടിക്കത്തില്ല. ഒരു വട്ടം കൈയടിച്ചെന്ന് പറഞ്ഞ് എല്ലാത്തിനും കയറി അടിപൊളിയാക്കും. എന്താ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ? ടു ഗെറ്റ് അറ്റാച്ച്ഡ് ടു സംതിങ്. ഓക്കെ. എവിടെ കാണാൻ വയ്യ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഫിസിക്കൽ ആൻഡ് ഇപ്പോൾ ഒളിഞ്ഞിരുന്ന പോലെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡിപ്പെൻഡൻസ്. ഓക്കെ. തല തുണിയിടണം, മുഖം കവർ ചെയ്യണം കേട്ടോ, തല കവർ ചെയ്യാനാണ് പറഞ്ഞു. പിന്നെ സംതിങ് ദാറ്റ് വി ഡു ബിയോണ്ട് അവർ ബൗണ്ടറീസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഞാൻ ചില ഡെഫിനിഷൻസ് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അഡിക്ഷൻ ഈസ് വെൻ സംതിങ് കൺട്രോൾസ് യു ഇൻസ്റ്റെഡ് ഓഫ് യു കൺട്രോളിങ് ഇറ്റ്. നിങ്ങളെ നിയന്ത്രിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതും നിങ്ങളെ നിയന്ത്രിക്കുന്നതുമായ ഒരവസ്ഥയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഫോൺ അഡിക്ഷൻ എന്നോ ഫോൺ അഡിക്ഷൻ രണ്ടും ഉണ്ട്. നിങ്ങൾ ചമ്മുമൊന്നും വേണ്ട, ഞാൻ പിന്നെ പറയാം. അപ്പം ഫോൺ അഡിക്ഷൻ എന്താ പ്രശ്നം? അല്ല, എന്താ അത്? ഫോൺ നിങ്ങളെ നിയന്ത്രിക്കുവാണോ നിങ്ങൾ നിയന്ത്രിക്കുവാണോ? എത്ര പേര് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്? ഓക്കെ. എന്തിനാ ഫോൺ ഉപയോഗിക്കുന്നത്? അല്ല, ശരിക്കും എന്തിനാ ഫോൺ നിങ്ങൾക്ക് പേരൻസ് വാങ്ങിച്ചു തന്നത്? കേൾക്കാൻ വയ്യ? സ്റ്റഡീസ്. ഒന്ന് ഉറക്കെ പറയാമോ? സ്റ്റഡീസ്. എത്ര പെർസെൻറ്റേജ് സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കും? ഓക്കെ, ഞാൻ അതിൽ വരാം. പിന്നെ വേറെ പേരൻസ് എന്തിനാ നമുക്ക് ഫോൺ വാങ്ങിച്ചു തന്നെ? സ്വന്തമായിട്ട് എനിക്ക് ഫോണില്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. ഫോൺ ഉപയോഗിക്കുന്നവരാണ് കൂടുതലും. അമ്മയുടെ അടിച്ചു മാറ്റാറുണ്ടോ? തരാറേ ഉള്ള നല്ല കുട്ടിയാണ്. ഓക്കെ. അപ്പോൾ എന്തിനാ ഫോൺ തന്നേക്കുന്നത് നിങ്ങളുടെ സൈഡിൽ? സേഫ്റ്റിക്ക് വേണ്ടി. അതൊരു അന്യായ സേഫ്റ്റിയാണ്. ഉള്ള സേഫ്റ്റിയും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സേഫ്റ്റി, സ്റ്റഡീസ്, പിന്നെ അതിനാണോ തന്നെ? പേരൻസ് അതിനാണോ തന്നെ? പേരൻസ് അതിനാണോ തന്നെ? വിളിക്കാൻ. ഓക്കെ. ആര് വിളിക്കാനാ? അല്ല, നമ്മൾ ക്ലിയർ ചെയ്യണമല്ലോ, എല്ലാം സ്പെസിഫിക് ആയിട്ട് പറയണം. ആരെ വിളിക്കാനാ? പേരൻസിനെ വിളിക്കാൻ. ഓക്കെ, പേരൻസിനെ വിളിക്കാനാണ് ഫോൺ നമുക്ക് തന്നേക്കുന്നത്. പിന്നെ ഫ്രീ ഫയറോ? അതിനാണോ പേരൻസ് തന്നെ? അതിനാണോ പേരൻസ് തന്നെ? യൂസ് ചെയ്യാം. ഓക്കെ, അതല്ല പ്രൈമറി കാര്യം അല്ലേ? ഓക്കെ, ദെൻ പിന്നെ കഴിഞ്ഞോ? ഈ 3 കാര്യമേ ഉള്ളൂ. പഠിത്തം, പിന്നെന്തായിരുന്നു? സേഫ്റ്റി. സേഫ്റ്റി. ഞാനത് വരുന്നുണ്ട്, വിടത്തില്ല. സേഫ്റ്റി, പിന്നെ പേരൻസിനെ ഫോൺ വിളിക്കാൻ. ഓക്കെ, ഈ 3 കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ഫോൺ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഇനിയും പറ, നിങ്ങൾ എന്തിനൊക്കെയാ ഫോൺ ഉപയോഗിക്കുന്നത്? ഇനി ഫയർ വന്നു. ഓക്കെ, മൊത്തം ഫയറാ, ഫോൺ കത്തിപ്പോത്. എന്താ? റീൽസ്. ഓക്കെ, മ്യൂസിക്. ഫുഡ് ഓർഡർ ചെയ്യാൻ. എത്ര മണിക്ക് രാത്രി? ഫോട്ടോ എടുക്കാൻ. കോണ്ടന്റ് ക്രിയേഷൻ. ഓക്കെ, ചാറ്റിംഗ്. ആരോട്? എല്ലാവരോടും. ഷോപ്പിംഗ്. ഇതെല്ലാം ഫോണിൽ കൂടെ നടക്കും. പിന്നെ എന്താ? പ്രമോഷൻ. എന്തിൻ്റെ? സെൽഫ് പ്രൊമോഷനാണോ? നമ്മൾ എന്തിനു ഉപയോഗിക്കാം? നമ്മൾ
ബിസിനസ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഉണ്ട്, അടിപൊളി. എന്ത് ബിസിനസ് ചെയ്യുന്നത്? പ്രൊമോഷൻ. ഓ ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നെ ഒന്ന് പഠിപ്പിക്കണേ. പിന്നെ മുട്ടയടിക്കാനോ? ഈ ഹോസ്റ്റലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് തേപ്പോട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് മുട്ടയടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഫോണിൻ്റെ പുറത്ത് മുട്ടയടിക്കുന്നതാണ് ഇത്. എന്തായാലും പറഞ്ഞാൽ കേട്ടില്ല. ഫോട്ടോ എടുക്കാൻ. പിന്നെ നമ്മൾ ഫുൾ ഫോട്ടോയുടെ പരിപാടിയല്ലേ. അപ്പം നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിയിരിക്കുന്നത് അല്ലെ തന്നിരിക്കുന്നത് ഒരു പർപ്പസ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് വേറൊരു പർപ്പസ്. തിരിച്ച് അതിൻ്റെ പർപ്പസിലേക്ക് വരണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ഇതുപോലൊരു ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയും, ഇന്ന് മുതൽ ഞാൻ പൊളിച്ചടുക്കും, ഞാൻ അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങും. അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പം നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ആ വഴിക്ക് നമ്മളങ്ങ് പോകും. പിന്നെ ജീവിയങ്ങൾ പഠിപ്പിച്ചോ, ക്യാമ്പിന് പോയോ, ഒരു 3 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തോ, ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. സോ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥ. നൗ അഡിക്ഷൻ ഈസ് എ ഹാബിറ്റ് ദാറ്റ് ബിക്കംസ് ഹാർഡ് ടു സ്റ്റോപ്പ് ഈവൻ വെൻ യു നോ ഇറ്റ്സ് ഹേർട്ടിങ് യു. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയാമെങ്കിലും നമുക്കത് നിർത്താൻ വളരെ പ്രയാസമാണ്. ഓക്കെ, ദെൻ ഇറ്റ്സ് വെൻ യുവർ മൈൻഡ് ഓർ ബോഡി കീപ്സ് ആസ്കിങ് ഫോർ സംതിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ഈവൻ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു. നമുക്കത് നല്ലതല്ല എന്ന് അറിയാമെങ്കിലും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സും ശരീരമൊക്കെ നമ്മളോടത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അഡിക്ഷൻ മീൻസ് ബീങ് സ്റ്റക്ക് ടു സംതിങ് സോ മച്ച് ദാറ്റ് ഇറ്റ് സ്റ്റീൽസ് യുവർ ടൈം, പീസ് ആൻഡ് ഫോക്കസ്. നിങ്ങളിത് എഗ്രി ചെയ്യുന്നുണ്ടോ? പലതിനോടുമുള്ള അഡിക്ഷൻ കാരണം നമ്മുടെ സമയവും നമ്മുടെ സമാധാനവും നമ്മുടെ ഫോക്കസും ഒക്കെ നഷ്ടപ്പെടാറുണ്ട്. ശരിയാണോ? നമ്മുടെ സമയം നഷ്ടപ്പെടുന്നത്, ഏതെങ്കിലും ഒരു കാര്യം പറയാം, നമ്മുടെ സമയം നഷ്ടപ്പെടുന്നത്, ഞാൻ ഇതിൽ സമയം നഷ്ടപ്പെടുത്തുവാണ് എന്ന് എനിക്ക് ബോധ്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം. റീൽസ്, ഗെയിംസ്, മ്യൂസിക്, മൂവീസ്. ഏതാ ലാസ്റ്റ് കണ്ട മൂവി? അതിലോട്ട് പറഞ്ഞു. എമ്പുരാൻ്റെ മ്യൂസിക്കൊക്കെ വരുന്നു, BGM ഒക്കെ വരുന്നു. ചാറ്റിംഗ്. സോ ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ സ്റ്റക്കായിട്ട് കിടക്കണം അല്ലേ? ഹെൽപ്ലെസ് സ്റ്റേജിൽ നമ്മൾ നിൽക്കുക. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഇതിൽ നിന്നൊക്കെ വെളിയിൽ വരണമെന്നുണ്ട്, നമ്മുടെ ടൈമൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ട്, ഫോക്കസ് ചെയ്യണമെന്നുണ്ട്, സ്റ്റഡീസിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്, സ്പിരിച്വലി വളരണമെന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങൾ കാരണം നമ്മൾക്ക് അതിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ് സ്റ്റാർട്ട് സ്മോൾ ഫോർ ഫൺ ഓർ സ്ട്രെസ് ബട്ട് ഗ്രോസ് ഇൻ ടു സംതിങ് ദാറ്റ് ടേക്സ് ഓവർ യുവർ ലൈഫ്. അതായത് സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയിട്ട് തുടങ്ങുന്നതായിരിക്കാം, ഒരു ഫണ്ണിന് വേണ്ടി തുടങ്ങുന്നതായിരിക്കാം, ചെറുതായിട്ട് ആരംഭിക്കുന്നതായിരിക്കാം, മേ ബി ഒരു ട്രൈ ആയിരിക്കാം. പക്ഷേ അതെല്ലാം നമ്മളെ അതിൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ ഉദാഹരണം പറയാമോ? ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലിയ അവസ്ഥയിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഡ്രഗ്സ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, പിന്നെ മർഡർ. ചെറിയ രസത്തിന് ഞാനൊന്ന് കുത്തിയതാ, പിന്നെ ഇപ്പോൾ എല്ലാവരും ഞാൻ കുത്തിക്കൊണ്ടിരിക്കുക. അല്ല, പറയാൻ പറ്റത്തില്ല, ഇനി കാലം മാറിക്കൊണ്ടിരിക്കുക. അല്ല, ഞാൻ നോക്കിയെന്നുള്ളൂ, ഇച്ചിരി നോക്കാൻ പറ്റുന്ന ശരീരമായിട്ട് നോക്കിയതാ. ആ പാവത്താൻ അവനെങ്ങനെയാ കുത്തിക്കൊല്ലുന്നത്? ഗാംബ്ലിങ്, ഓക്കെ, പോർണോഗ്രാഫി, ഒരു രസത്തിന് തുടങ്ങുന്നത് അല്ലേ? പിന്നെ അത് നമ്മുടെ ജീവിതത്തെ തന്നെ സ്പോയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫൈൻ. സോ ടൈപ്സ് ഓഫ് അഡിക്ഷൻസ്. പ്രധാനമായും അഡിക്ഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും 2 ടൈപ്സ് ഓഫ് അഡിക്ഷനെ കുറിച്ചാണ് ബേസിക്കലി പഠിക്കുന്നത്. ഒന്ന് സബ്സ്റ്റൻസ് അഡിക്ഷൻ. ഓക്കെ, എന്താ എക്സാമ്പിൾ സബ്സ്റ്റൻസ് അഡിക്ഷൻ? ഓക്കെ, ഡ്രഗ്സ്. നിങ്ങൾ മുമ്പേ പറഞ്ഞു, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. These substances change how your brain works and make your body want more
ഓവർ ടൈം ദ ബോഡി ബിക്കംസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദം. നമ്മുടെ മനസ്സിനെയും അല്ലെങ്കിൽ ബ്രെയിനിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കാര്യം, നമുക്കതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. നമ്മൾ സ്മോക്കിംഗ് ചെയ്യുന്നവരെ ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരിപ്പം നിർത്തുമെന്ന് പറയും, പക്ഷേ പലപ്പോഴും അവർക്ക് നിർത്താൻ പറ്റത്തില്ല. മദ്യപിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം, സന്ധ്യയാകുമ്പോൾ ഒരെണ്ണം വീശിയില്ലെങ്കിൽ അവർക്ക് വിറയ്ക്കാനൊക്കെ തുടങ്ങും, അവർക്കതില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. സോ അങ്ങനെ ഒരു അഡിക്ഷൻ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നൗ സെക്കൻഡ് വൺ ഈസ് ബിഹേവിയറൽ അഡിക്ഷൻസ്. എന്താണ് എക്സാമ്പിൾസ്? ബിഹേവിയറൽ അഡിക്ഷൻസ്, അഡിക്ഷൻ ടു തിങ്സ് യു ഡു ഓവർ ആൻഡ് ഓവർ എഗെയിൻ. പിന്നെയും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ എക്സാമ്പിൾസ് അത് നിങ്ങൾ മുമ്പേ പറഞ്ഞു, ഫോണ്, അതുപോലെ ഗെയിംസ്, സോഷ്യൽ മീഡിയ, വാച്ചിങ് പോണോഗ്രാഫി, ഗാംബ്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ്. These activities may not involve substances, but they give temporary pleasure and can still control your thoughts, time and emotions. See, സമയം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ ഫോണ്, സോഷ്യൽ മീഡിയ, റീൽസ്, പോണോഗ്രാഫി, മൂവീസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഇവിടെ ആയിരിക്കും കൂടുതൽ ഗെയിംസൊക്കെ കളിക്കുന്നില്ല. ഗെയിംസൊക്കെ നമ്മൾ കളിക്കാൻ തുടങ്ങി എത്ര സമയം കളിക്കുന്നത്? എത്ര സമയം കളിക്കാറുണ്ട്? മാക്സിമം 24 hours. ഓ, PT കൂടിയൊന്നും ഇല്ലേ? 24/7 കളിയാണ്. ഓക്കെ. ക്യാമ്പിന് പറഞ്ഞു മോനെ, ധൈര്യമായിട്ട് പറഞ്ഞു. സ്റ്റാമിന. കളി നിർത്തും. സ്റ്റാമിന കുറയുമ്പോൾ അത് തീരത്തില്ലല്ലോ നിങ്ങളുടെ, അതല്ലേ വിഷയം. സ്റ്റാമിന തീരത്തില്ലല്ലോ, അത്രയും സ്റ്റാമിന ഇല്ല ഇതൊക്കെ കളിക്കാൻ. എത്രയോ സമയമാണ് നമ്മൾ ഇതിൻ്റെ പുറകെയൊക്കെ കളയുന്നത് അല്ലേ. സമയത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നൊരു വാക്യം നിങ്ങൾക്ക് പറയാമോ? സമയത്തെക്കുറിച്ച് സമയം ഉറക്കെ പറഞ്ഞേ, സമയം തക്കത്തിൽ ഉപയോഗിക്കാം. നമ്മൾ 24 മണിക്കൂറും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, 24 മണിക്കൂറും മൂവീസ് കണ്ടുകൊണ്ടിരിക്കുന്നു, 24 മണിക്കൂർ റീൽ. 24 മണിക്കൂർ എന്ന് പറയുന്നത് വി ആർ സ്പെൻഡിങ് മോർ ടൈം ഓൺ ദം. അതിലാണ് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കും. നമ്മൾ പോലും അറിയുന്നില്ല എന്തുമാത്രം സമയം നമ്മൾ അതിൽ ചിലവഴിക്കുന്നു എന്നുള്ളത്. സോ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും അടിമപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനോടൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ്. നീ ഏതിനോട് തോക്കുന്നു അതിന് നീ അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. സോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനപ്പുറമായി ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഓക്കെ, അതിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ് അഡിക്ഷൻ ആരംഭിക്കുന്നത്? എങ്ങനെയാണ്? വാട്ട് ഡു യു തിങ്ക്? ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഐ ആം അഡിക്റ്റഡ്, അങ്ങനെയാണോ? രാവിലെ ഉറങ്ങി എഴുന്നേറ്റോ ഞാൻ അഡിക്റ്റഡാണ്, അങ്ങനെയാണോ? പിന്നെ എങ്ങനെ? ക്യൂരിയോസിറ്റി. വെരി ഗുഡ്. ക്യൂരിയോസിറ്റി. എന്തിനോടുള്ള ക്യൂരിയോസിറ്റി? ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെയുള്ള ക്യൂരിയോസിറ്റി. എന്തുകൊണ്ടായിരിക്കാം ആ ക്യൂരിയോസിറ്റി വരുന്നത്? ഓക്കെ, ഫ്രണ്ട്സ് പ്ലേ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. ഓക്കെ, ദെൻ വേറെന്താ? എങ്ങനെയാണ് അഡിക്ഷൻ ആരംഭിക്കുന്നത്? ഗേൾസ് സൈഡിൽ നിന്ന് പറയാമോ? ഓക്കെ, മറ്റാരെങ്കിലും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ട്രൈ ചെയ്യാനുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരും. സോ നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങുന്നു. ഫൈൻ. സോ ഒന്നാമത്തെ കാര്യം ഓഫ് കോഴ്സ് ക്യൂരിയോസിറ്റി. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും യൂസ് ചെയ്യുന്നു, ഫ്രണ്ട്സ് എല്ലാവരും കാണുന്നു, ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നു, ഫ്രണ്ട്സ് എല്ലാവരും ചെയ്യുന്നു. സോ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ആരംഭിക്കുകയാണ്. ദെൻ അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ജസ്റ്റ് ഫോർ ഫണ്ണിന് നമ്മൾ ആരംഭിച്ചതാണ്, അതെന്താണ് എന്നൊന്ന് ട്രൈ ചെയ്യാൻ ആരംഭിച്ചതാണ്. പക്ഷേ നമ്മൾ അറിയാതെ അത് ആവർത്തിച്ച് ചെയ്യാനുള്ളൊരാഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ഹാബിറ്റായിട്ട് മാറുന്നു. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. ദെൻ ദാറ്റ് ബിക്കംസ് എന്താ? ഒരു ബോണ്ടേജ്. അത് ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. സോ ഒന്ന് നോക്കിയ ഒരു ക്യൂരിയോസിറ്റിയിൽ ആരംഭിച്ചു, ചെറിയ രീതിയിൽ ആരംഭിച്ചു, ഒരു ഫണ്ണിന് ആരംഭിച്ചു, ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പം ഞാൻ അതിൽ ചങ്ങലയിൽ പൂട്ടപ്പെട്ട് കിടക്കുകയാണ്.
ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ അടിമത്തത്തിലേക്ക് പോകുന്നത്. നമ്മളെപ്പോഴും പേരൻസിനോട്, നമ്മുടെ മെൻറ്റേഴ്സിനോട്, ചർച്ച് ലീഡേഴ്സിനോട് ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അതിപ്പോൾ അവിടെ ഒരു പോയാൽ എന്താ കുഴപ്പം? ഞാനിപ്പോൾ അതൊന്നും നോക്കിയാൽ എന്താ കുഴപ്പം? ആ ആളിൻ്റെ കൂടെ നടന്നാൽ എന്താ കുഴപ്പം? സി, ഓഫ് കോഴ്സ് എന്തായാലും നമ്മളെക്കാളും എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മുടെ പേരൻസ്. അനുഭവ സമ്പത്തുണ്ട്. അപകടങ്ങളെ മുന്നിൽ കാണാൻ നമ്മളെക്കാട്ടിലും ദീർഘവീക്ഷണം അവർക്കുണ്ട്. സോ അവരിതെല്ലാം കണ്ടിട്ടാണ് നമ്മളോട് പറയുന്നത്, നോ, അങ്ങോട്ട് പോകണ്ട, അതിപ്പോൾ വേണ്ട, കളിക്കണ്ട. ചിലപ്പോൾ കളി പോലും സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. നീ അവിടെ പോയി കളിക്കണ്ട, അല്ലെ നീ അവരുടെ കൂടെ പോയി കളിക്കണ്ട. എന്തുകൊണ്ടാണ് പറയുന്നത്? കളി തെറ്റായതുകൊണ്ടല്ല, പക്ഷേ ആ കളിയിൽ തുടങ്ങിയാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വേറെ പല അപകടങ്ങൾ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മുടെ പേരൻസ് അത് വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വകവെക്കാതെ ആ ഒരു 1 hour എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ പോകുന്നു. പക്ഷേ ആ 1 hour നമ്മുടെ ലൈഫ് ലോങ് അഫക്റ്റ് ചെയ്യുന്ന പല അപകടങ്ങളായിട്ട് മാറാറുണ്ട്. ഓക്കെ, സി, ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിലുള്ള ഡോപ്പമൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അതങ്ങ് ഇൻക്രീസ് ആവുകയാണ്. നമ്മുടെ ഉന്മാദം, നമ്മുടെ ആ സന്തോഷം വേറൊരു ലെവലിലേക്ക് പോവാണ്. നമ്മൾ ഒന്നും ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ സ്ഥിരം നമ്മൾ പറയുന്നൊരു വേർഡാണ് ഭയങ്കര ബോറിങ്ങാണ്. അപ്പം ഈ ബോറിങ് മാറ്റാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങും. അതങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ സന്തോഷത്തിൻ്റെ ലെവല് വേറെ ലെവലാവും. ആ സന്തോഷത്തെ തുടർന്ന് പിന്നെയും ആ സന്തോഷം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത പോലെ നമ്മൾ അവിടെ കുടുങ്ങിക്കിടക്കും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഈ താൽക്കാലികമായ സന്തോഷം എത്രയും ഉയരുന്നോ അത്രയും സാറ്റിസ്ഫാക്ഷൻ ലെവല് കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷം തരും, അത് ഒരു ഹൈപ്പ് നമുക്ക് തരും. പക്ഷെ അത് കഴിയുന്നതോടുകൂടെ അതെല്ലാം തീരും. അന്നേരം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരിക്കാം, പക്ഷെ അത് കഴിയുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലെല്ലാം പോകും. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ നമ്മൾ എത്രയും മുകളിൽ കൊണ്ടുവന്നോ അത്രയും ലെവലിൽ നമ്മളെ അത് താഴോട്ട് നമ്മളെ തിരിച്ച് കൊണ്ടുവരും എന്നുള്ളത് മറന്നു പോരും. ഓക്കെ, സയൻസ് ഓഫ് അഡിക്ഷൻസ്. നമ്മൾ എന്തിനെങ്കിലും അടിമകളാണോ, അഡിക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ, ചില സയൻസ്. ഞാൻ അഡിക്റ്റഡ് ആണ്, എന്താ? സെയിം തിങ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്പെൻഡിങ് മോർ ടൈം ഓൺ ദാറ്റ്. നോട്ട് ഫീലിംഗ് ഹാപ്പി. സയൻസ് ഓഫ് അഡിക്ഷൻ. ഓക്കെ, അല്ല, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷമില്ലെന്നാണോ പറയുന്നത്? ചെയ്യാതിരിക്കുമ്പോൾ ഫൈൻ, ഓക്കെ. ദെൻ ഓക്കെ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അനുഭവസാക്ഷ്യമാണോ? ഓഫ് കോഴ്സ്, ഇതൊക്കെ നമുക്കുള്ളതില്ലേ. ടെംപ്റ്റേഷൻ, ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ വളരെയാണ്. ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, സമയം പോകുന്ന അറിയത്തില്ല. അഗ്രസീവ് ബിഹേവിയർ. സ്റ്റോപ്പ് സോഷ്യലൈസിങ് വിത്ത് പീപ്പിൾ. കറക്റ്റ്. ലോൺലിനെസ്. ആങ്കർ, ഡിപ്രഷൻ. എന്നാ മൈക്കങ്ങ് എടുത്തു, നിങ്ങൾ സംസാരിച്ചു. ഓക്കെ, ഓക്കെ. നൗ ഒന്നാമത്തേത്, കാൺ സ്റ്റോപ്പ്. നിർത്താൻ പറ്റത്തില്ല. നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. എനിക്കൊരു പ്രേമമുണ്ട്, പ്രേമം തെറ്റാന്ന് എനിക്കറിയാം, നോ പറയണമെന്നറിയാം, ഇന്ന് ബ്രേക്കപ്പ് ആവുമെന്നൊക്കെ പറഞ്ഞ് പോവും. പക്ഷെ ചെല്ലുമ്പോൾ ശരി, ഇതൊക്കെ എങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാണെന്ന് അറിയാം, അച്ഛാനിതൊക്കെ ബ്രേക്കപ്പ് എന്നൊക്കെ ഈസി ആയിട്ട് പറയാം, പക്ഷേ കാൺ സ്റ്റോപ്പ്. നിർത്താൻ പറ്റത്തില്ല, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എനിക്ക് നിർത്താൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ആൻസർ വേണ്ട, ചിന്തിച്ചാൽ മതി. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്കിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ആരും കാണാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് സൈഡിലൊന്ന് എഴുതി വെച്ചേരും, എനിക്ക് നിർത്താൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? ഓൾവേസ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം.
ഇപ്പോൾ ക്യാമ്പിൽ അഡിക്ഷനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരെയോ കുറിച്ചാണ്, മറ്റെന്തിനോ കുറിച്ചാണ് എപ്പോഴും എൻ്റെ ചിന്തയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്തിൽ സംസാരിക്കുന്നവരുണ്ടോ? ആരും സംസാരിക്കത്തില്ല. ഈ ഉറക്കത്തിൽ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇടയ്ക്ക് പേരൻസിന് ഇടയ്ക്ക് പോയെന്ന് കിടക്കണം. അപ്പോൾ പിറ്റേ ദിവസം അവർ പറഞ്ഞു തരും നീ എന്തോ സംസാരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള സാധനങ്ങളൊക്കെ രാത്രി ഉറക്കത്തിൽ വരാറുണ്ട്. സോ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈവൻ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നാളെ എക്സാമാണ്, നമ്മൾ എക്സാമിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ചിന്ത മുഴുവൻ അത്രയും നല്ല പിള്ളേരോട് ഉണ്ടല്ലോ. നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമല്ലേ അല്ലേ? യഹോവയിൽ രസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ. ആമേൻ. ലൂസിങ് ഇൻട്രസ്റ്റ് ഇൻ അതർ തിങ്സ്, മറ്റുള്ള കാര്യങ്ങളിൽ, അതായത് നമ്മൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചിലപ്പം ഗെയിമായിരിക്കാം, ചിലപ്പോൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കാം, ചിലപ്പം സ്മോക്കിംഗ് ആയിരിക്കാം, ആൽക്കഹോൾ ആയിരിക്കാം. അത് മാത്രമാണ്, വേറെ ഒന്നിലും നമുക്ക് ശ്രദ്ധയില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ വഴിയരികിലൊക്കെ കഞ്ചാവും ഒക്കെ അടിച്ച് കോണ് തെറ്റി കിടക്കുന്ന ടീമുകൾ? അവർക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ഒരു ചിന്തയില്ല. അവിടുന്ന് എങ്ങനെയും ഒന്ന് ഉണർന്നു വരുമ്പോൾ വീണ്ടും എവിടെന്തെങ്കിലും പൈസ ഒപ്പിക്കും, വീണ്ടും പോയി അടിക്കും, വീണ്ടും അവിടെ കിടക്കും. ഇത് തന്നെ ലൈഫ്, ഇത് തന്നെയാണ് അവരുടെ സർക്കിൾ. സോ വേറെ ഒന്നിനെക്കുറിച്ചും യാതൊരു ചിന്തയുമില്ല, ആഗ്രഹം, താല്പര്യമില്ല. ഹൈഡിങ് ഇറ്റ് ഫ്രം അതേഴ്സ്, പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുന്നു. ഫീലിംഗ് ആംഗ്രി ഓർ ആങ്ഷ്യസ് വിത്തൗട്ട് ഇറ്റ്. അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്. നിങ്ങളുടെ ഫോണ് വീട്ടിൽ പേരൻസ് ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ, ഫോൺ ഇങ്ങോട്ട് വാടാ, നീ ഇവിടുന്ന് പഠിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ വോയിസിൽ അങ്ങോട്ട് നമ്മുടെ ഉള്ളിലുള്ള സാധനം എല്ലാം പുറത്തിറങ്ങി വരും. കാരണം ഫോണെ തൊട്ട് കളിക്കാൻ സമ്മതിക്കത്തില്ല. ഈവൻ അത് വാങ്ങിച്ച് നോക്കാൻ പോലും നമ്മൾ സമ്മതിക്കത്തില്ല. ഫോൺ സ്കൂളിൽ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. കൊണ്ടുപോകുന്ന എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. ഉണ്ട്. വീട്ടുകാരറിയാതെ കൊണ്ടുപോകുന്ന എത്ര പേരുണ്ട്? വീട്ടുകാരറിയാതെ. അതിന് എടാ അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് തരണേ വീട്ടിൽ. അവൻ്റെ സത്യസന്ധതയ്ക്ക് ഒരു കൈയടി കൊടുക്കും. ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് പല കാര്യങ്ങളും മോഷ്ടിച്ചുകൊണ്ട് സ്കൂളിൽ പോകുമായിരുന്നു. എന്നിട്ട് സ്കൂളിലെ കൂടുതലും ഞങ്ങളുടെ വീട്ടിലെ ഷോക്കേസിലിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നല്ല പൂവിൻ്റെ ഫ്ലവർ വേസും അങ്ങനെയൊക്കെയുള്ള പണ്ടത്തെ സാധനങ്ങളും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ ഞാൻ ക്ലാസ്സിലെ ഹീറോ ആയില്ലേ. ഇപ്പോൾ എൻ്റെ കൊച്ച് വീട്ടിൽ നിന്നും കൊണ്ടുപോകും, സ്കൂളിൽ നിന്നും അടിച്ചു മാറ്റി ഇങ്ങോട്ട് കൊണ്ടുപോകും. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓക്കെ. സ്കിപ്പിംഗ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പഠിത്തം, അത് നമ്മുടെ മെയിൻ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ പഠിക്കില്ല. നമ്മൾ റീൽസും കണ്ട് ഗെയിമും കളിച്ച്. എനിക്കറിയാം ചില ടീമുകളൊക്കെ 2 മണിക്ക് 3 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? അത്രയ്ക്ക് അഡിക്റ്റഡാണ്. അതിൻ്റെ ഇടയ്ക്കെങ്ങാനും ഫോണെങ്ങാനും ഓഫായി പോയാൽ ഫോൺ എടുത്തെറിയും. ചിലപ്പം അടുത്തിരിക്കുന്ന ആരാണോ ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും. അത്രയ്ക്ക് വട്ടാണ് അഡിക്ഷന്. അതിൻ്റെ വേറൊരു നല്ല വേർഡാണ് വട്ട് പിടിച്ചിരിക്കുക. സോ നമുക്ക് എത്രയോ വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മളതൊക്കെ വേണ്ടെന്ന് വയ്ക്കും. നീഡിങ് മോർ ഓഫ് ഇറ്റ്. അത് പിന്നെയും വേണം. നമ്മൾ എപ്പോഴെങ്കിലും സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, ഇത്രയൊക്കെ കളിച്ചു, മതി, സ്റ്റോപ്പ്. അങ്ങനൊരു ഫീലിംഗ് എപ്പോഴെങ്കിലും ഉണ്ടോ? ഉണ്ട്. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ പറഞ്ഞ പോലെ സ്റ്റാമിന തിരിച്ചു വരുമ്പോൾ പിന്നെ വീണ്ടും നമ്മൾ തുടങ്ങും.
ഇത് കളിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ അല്ലെ ഇത്രയും സമയം വേസ്റ്റ് ആക്കി കഴിഞ്ഞിട്ട് ഓ വേണ്ടായിരുന്നു എന്നൊക്കെ പറയും. പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് വീണ്ടും ഇത് തന്നെയാണ് പരിപാടി. നമുക്കതിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, വീണ്ടും 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 തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നൗ റീസൺസ് ഓഫ് അഡിക്ഷൻ. നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു കാര്യമാണ് ക്യൂരിയോസിറ്റി ആൻഡ് ഓഫ് കോഴ്സ് പിയർ പ്രഷർ അല്ലേ. നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളെ പലപ്പോഴും ടെംപ്റ്റ് ചെയ്യാറുണ്ട്, അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ അവരോടൊപ്പം ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ തുടങ്ങും, പിന്നീട് അത് അഡിക്ഷനിലേക്ക് പോകും. നമ്മുടെ ലോൺലിനെസ് മാറ്റാൻ, ബോറടി മാറ്റാൻ നമ്മൾ പല പരിപാടികൾ ചെയ്യാൻ തുടങ്ങും, അത് നമുക്ക് തന്നെ പണിയായിട്ട് വരും. പിന്നെ സ്ട്രെസ്സ് മാറ്റാൻ, നമ്മുടെ പെയിനുകളൊക്കെ മറക്കാൻ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. ഈ മദ്യപിക്കുന്ന പലരെയൊക്കെ ശ്രദ്ധിച്ചറിയാം, അവർക്ക് പല അവരുടെ പെയിൻ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മറക്കാൻ, കുറച്ച് നേരത്തേക്ക് അവർക്ക് സന്തോഷം കിട്ടാൻ, അവരുടെ വിഷമം മാറാൻ, ഈ വിഷമം മാറാൻ മദ്യപിക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകളെ മറക്കാൻ മദ്യപിക്കുന്നവരുണ്ട്. ശരിയല്ലേ? ദേഷ്യം വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന എത്ര പേരുണ്ട്? ദേഷ്യം വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന എത്ര പേരുണ്ട്? ദേഷ്യം വരുമ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അയ്യോ, നിങ്ങളും ഉണ്ടോ? അടിപൊളി. എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എപ്പം ആള് ദേഷ്യം വന്ന ഓട്ടനെ അപ്പോൾ തൊട്ടടുത്തൊരു ബേക്കറി ഉണ്ട്, അവിടെ പോയി ഒരു 10-200 രൂപയുടെ പപ്സും അതും ഇതും എല്ലാം കൂടെ വാങ്ങിച്ച് കഴിച്ച് നിറഞ്ഞു കഴിയുമ്പോഴാണ് പുള്ളിയുടെ ദേഷ്യം നടക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ പപ്പായും അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദേഷ്യം വരുമ്പം ചുമ്മാ അതൊന്നും ചെയ്യരുതേ. പിന്നെ ഈസി ആക്സസ്, പലതിലേക്കും നമുക്ക് ഒരു ആക്സസ് വരുമ്പം അതിലേക്ക് കയറി നമ്മൾ അഡിക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. മറ്റാരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അതിനകത്ത് വീണ്ടും തുടരാൻ സാധ്യതയുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സ്പിരിച്വൽ എംപ്റ്റിനെസ്, നമ്മുടെ ഉള്ളിലെ ഒരു ആത്മീക ശൂന്യത, വിത്തൗട്ട് ഗോഡ്, ദൈവമില്ലാത്ത ഒരു അവസ്ഥ, ലൈഫ് വിത്തൗട്ട് ഗോഡ്, നോ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥകളിലാണ് നമ്മൾ പലപ്പോഴും അഡിക്ഷൻസിലേക്ക് പോകുന്നത്. നൗ കോൺസിക്വൻസസ്, എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് അഡിക്ഷൻ ഉള്ളത്? ടെൽ മീ. കോൺസിക്വൻസസ്: ടൈം വേസ്റ്റ്, ലൂസിങ് ടച്ച് വിത്ത് ഫാമിലി, then ഡിപ്രഷൻ, ഹെൽത്ത് ഇഷ്യൂ, പിന്നെ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, ബാക്ക് സ്ലൈഡിങ്, ഗുഡ്, നോ റിലേഷൻഷിപ്പ്, സൂയിസൈഡ്, സൂയിസൈഡ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു, ഹെൽത്ത് ഇഷ്യൂസ്. ഒത്തിരി കോൺസിക്വൻസസ് ആണ് നമ്മൾ ഈ അഡിക്ഷൻ. നമ്മൾ ഒരു താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി തുടങ്ങുന്നതാണ്, പക്ഷേ എന്തെല്ലാം കോൺസിക്വൻസസ് ആണ് നമ്മൾ അത് കാരണം ഫേസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നു, മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു, റിലേഷൻഷിപ്പ് സ്ട്രഗിൾസ് ഉണ്ടാകുന്നു, പർപ്പസ്, നമുക്ക് പർപ്പസ് ഇല്ലാത്തൊരു ലൈഫ്, നമ്മുടെ ടൈം നമ്മൾ നഷ്ടപ്പെടുന്നു, സ്പിരിച്വൽ ഡ്രൈനസ്, ആത്മീയമായ ഒരു സന്തോഷം ഇല്ലാത്തൊരവസ്ഥ. ആദ്യം നമ്മൾ കണ്ട ഒരു സ്പിരിച്വൽ എംപ്റ്റിനെസ്, സ്പിരിച്വൽ ഡ്രൈനസ്, അഡിക്ഷൻ ആയ കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര ഒരു ലെവലിൽ നിൽക്കുക. പക്ഷേ നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ, നമ്മളെ ഒന്ന് ശോധന ചെയ്താൽ നമ്മൾ എന്തൊരു സീറോ, ബിഗ് സീറോ. നമ്മുടെ ലൈഫൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. 1-2 പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഞാനൊന്ന് വേഗത്തിൽ പറയാം. നിങ്ങളിതിൽ എയിലാണോ ബിയിലാണോ? എയിലാണോ ബിയിലാണോ? ഗേൾസ്, എ ബി ബേബിയാ? സി, ഫോൺ നല്ലതാണ്, മുമ്പേ പറഞ്ഞ പോലെ പഠനത്തിനും സേഫ്റ്റിക്കും പേരൻസിനെ വിളിക്കാനും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ കൺട്രോളിലല്ല, അൺഹെൽത്തിയാണ്. നിങ്ങളുടെ ഫോൺസ് നിങ്ങൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ ഞാൻ എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത്, ഞാൻ എത്ര നേരമാണ് ഉപയോഗിക്കുന്നത്, എത്രയോ സമയം ഞാൻ വേസ്റ്റ് ചെയ്യുന്നു, എത്രയോ മോശമായ കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് കാണുന്നു,
എൻ്റെ തലച്ചോറിനെ ഞാൻ എത്രമാത്രം ഡിസ്ട്രോയ് ചെയ്യുന്നു, ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം എത്രമാത്രം അഫക്റ്റഡ് ആയിരിക്കുന്നു, പേരൻസുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ്, സോഷ്യൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരി മൂല്യങ്ങൾ ഈ ഫോൺ കാരണം നഷ്ടപ്പെട്ടിട്ടില്ലേ? ഒത്തിരി മൂല്യങ്ങൾ. ഞാൻ ഫോൺ തെറ്റാണെന്നോ ഫോൺ വേണ്ടാന്നോ അല്ല പറയുന്നത്, ബട്ട് ഹൗ വി ആർ യൂസിങ് ഇറ്റ്, എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഹൗ മച്ച് ടൈം വി ആർ സ്പെൻഡിങ് ഓൺ ഇറ്റ്, അതിലെത്ര സമയമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു സർവേ ആണ്, 4.2 ബില്യൺ ആൾക്കാർ എന്തുപയോഗിക്കുന്നുണ്ട്? ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 4.8 ബില്യൺ ആൾക്കാർ എന്തുപയോഗിക്കുന്നുണ്ട്? ഫോൺ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ പല്ല് തേക്കാത്തവനും നമ്മൾ പോലും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യുന്നത് എന്തുവാ? പല്ല് തേക്കും. ആദ്യം പ്രാർത്ഥിക്കും, ക്വയറ്റ് ടൈം, ചായ കുടിക്കും, നോട്ടിഫിക്കേഷൻ നോക്കും, അലാറം ഓഫ് ചെയ്യും. കറക്റ്റ്, ഞാൻ മറന്നുപോയി. അയ്യോ, താങ്ക് യു ഫോർ റിമൈൻഡിങ്. എത്ര പ്രാവശ്യം ഓഫ് ചെയ്യും? അയ്യോ, സ്നോസ് ചെയ്ത് ഒരുപാട് തെറ്റില്ലേ നമ്മുടെ. അതൊരു ടാസ്ക് തന്നെയാണ്. ഇല്ലേ? ഒരു അഡൽട്ട് ആവറേജ് 3 hours 54 minutes ഉപയോഗിക്കുന്നു. അടുത്ത എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത്, 46% യൂത്ത് അവരുടെ എല്ലൊടിയുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഫോൺ പൊട്ടാതെ അവർ താഴെ വീഴാതെ, നമ്മളെ എത്രമാത്രം കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കളിക്കുമ്പോൾ, ഓടുമ്പോൾ, ബസ് ചാടി കയറുമ്പോൾ. ഡു വി കെയർ അബൌട്ട് അസ്? പലപ്പോഴും ഇല്ല. പക്ഷേ ഇങ്ങനെ പിടിച്ച് ഫോൺ താഴെ പോകാതിരിക്കാൻ അത് താഴെ. പണ്ട് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എന്നെ ഒരാൾ ബൈക്കിൽ കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് ഞങ്ങൾ വേറൊരു വണ്ടിയെ തട്ടി താഴെ വീണു. ഉരുണ്ടുരുണ്ടുരുണ്ട് പോയി. ഞാൻ ആദ്യം ചോദിക്കുന്നത് എൻ്റെ ഫോൺ എവിടെയാണ്. നമുക്ക് എന്ത് സംഭവിച്ചോ, ചോര വരുന്നു, ഇതൊന്നുമല്ല വിഷയം, എൻ്റെ ഫോൺ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. നമ്മൾ അത്രയും അഡിക്റ്റഡ് ആണ്. അല്ലെങ്കിൽ അത് നമ്മളോടുള്ള ഇഷ്ടത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഫോണിനോട് പലപ്പോഴും ഉണ്ട്. മറ്റൊരു അഡിക്ഷനാണ് പോണോഗ്രാഫി അഡിക്ഷൻ. ഒരാൾ അതിനെക്കുറിച്ച് പറയുന്നത് ന്യൂ നാർക്കോട്ടിക് എന്നാണ്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അഡിക്ഷനാണ്. മറ്റേതൊക്കെ ഒരു പക്ഷേ മറ്റുള്ളവർ കാണുന്ന കാര്യമായിരിക്കാം, ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളതായിരിക്കാം, പെട്ടെന്ന് ആൾക്കാർക്ക് നമ്മളെ ഒബ്സർവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടാനോ ഒക്കെ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ പോണോഗ്രാഫി ഒരു സൈലൻറ്റ് കില്ലറാണ്. നമ്മുടെ രഹസ്യ ജീവിതം, നമ്മുടെ ഒറ്റയ്ക്കുള്ള ജീവിതം, നമ്മുടെ റൂമിനുള്ളിലുള്ള ജീവിതം, ഞാനും ഫോണും മാത്രമുള്ള സമയം, നമ്മൾ എത്രമാത്രം ഇൻഅപ്രോപ്രിയേറ്റ് കോണ്ടന്റ് അന്വേഷിച്ച് നമ്മൾ നടക്കുന്നുണ്ട്, അതിൽ നമ്മൾ എത്രമാത്രം അഡിക്റ്റഡാണ്. വേറൊരു സർവേ, 1.9 മില്യൺ ആൾക്കാർ കോക്കീൻ യൂസ് ചെയ്യുന്നു, 2 മില്യൺ ആൾക്കാർ ഹെറോയിൻ യൂസ് ചെയ്യുന്നു, ബട്ട് 40 മില്യൺ ആൾക്കാർ പോണോഗ്രാഫി അഡിക്റ്റഡാണ്. അപ്പം തന്നെ നമുക്കിതിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിൽ പക്ഷെ പലരും ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ ചിലപ്പം പോകുന്നില്ലായിരിക്കും. പക്ഷേ ആരും അറിയാതെ നമ്മളൊക്കെ വീണുപോയിരിക്കുന്ന ഒരു പാപവും അല്ലെങ്കിൽ ഒരു ട്രാപ്പിലായിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ പോണോഗ്രാഫി എന്ന് പറയുന്നത്. അതിൻ്റെ ചില റീസൺസ്, ഒന്ന് അഫോർഡബിലിറ്റി. നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് പോൺ കണ്ടൻസ് നമുക്ക് ഇന്ന് അവൈലബിളാണ്. എനിക്ക് തോന്നുന്നു ജിയോ ആണെന്ന് തോന്നുന്നില്ല, ഇൻ്റർനെറ്റ് വളരെ അവൈലബിൾ ആക്കിയത് ജിയോ, റൈറ്റ്? അന്ന് വരെ നമ്മളൊരു വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ഇതിങ്ങനെ കറങ്ങി ഈ സ്ലോ കാരണം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാറില്ല. പക്ഷേ ജിയോ വന്നപ്പോൾ ഐ തിങ്ക് ഫ്രീ ആയിട്ട് 3 മാസം ആദ്യം ഇല്ലേ 3 മാസം ഫ്രീ നെറ്റ്. അപ്പോഴത്തേനും നമ്മളെല്ലാവരും അത് വാങ്ങിച്ചു.
3 മാസം കൊണ്ട് നെറ്റ് യൂസ് ചെയ്യുന്നതിൽ നമ്മൾ എന്തായി? അഡിക്റ്റഡായി. ഇന്ന് നെറ്റ് ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഓഫ് കോഴ്സ് ഇൻ്റർനെറ്റ് നല്ലതാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണ്. പക്ഷേ പോണോഗ്രാഫിയിലേക്ക് വീണു പോയതിൻ്റെ ഒരു റീസൺ അതിൻ്റെ അഫോർഡബിലിറ്റി, ദെൻ അക്സസബിലിറ്റി. നമുക്ക് ഈസി ആയിട്ട് നമുക്കതിലേക്ക് പോകാൻ പറ്റും. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഫോൺ ഈവൻ വീട്ടിൽ ടി വി തന്നെ ഇല്ല. ഞാൻ 12th പഠിക്കുമ്പോഴാണ് വീട്ടിൽ വഴക്കൊക്കെ ഇട്ട് ഒരു ടി വി വാങ്ങിക്കുന്നത്. അന്ന് ഏത് ചാനലാണ് മാത്രമേ ഉള്ളതെന്നറിയാമോ? അറിയാമോ നിങ്ങൾക്ക്? ഇപ്പോൾ ആ സാധനം ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ആ ട്യൂൺ കേട്ട എത്ര പേരുണ്ട് ഇവിടെ? അത് ശരി, എല്ലാവരും ഇപ്പോൾ സാധനമൊക്കെ ഓടുന്നുണ്ടോ? ഓക്കെ. ഇപ്പം ദൂരദർശൻ ചാനലുണ്ടോ? വാർത്തയൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. അന്ന് ആകെ സിനിമ വരുന്നത് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ്. അന്നെങ്ങാനും ടി വി ഓൺ ആക്കിയ അന്ന് അവിടെ പൊടിപൂരമായിരിക്കും, തൃശ്ശൂർ പൂരമായിരിക്കും. സോ ഞാൻ പറഞ്ഞ നമുക്ക് അന്നത്തെ നമുക്ക് അത് റീച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ന് നിങ്ങൾക്കോ? ഇപ്പോൾ എത്ര പേര് ഇരുന്ന് നോക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം നമുക്കിവിടെ കാണാൻ പറ്റത്തില്ലല്ലോ ആരൊക്കെ ഫോൺ നോക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ ആരും അറിയാതെ ചെയ്യാൻ പറ്റുന്ന, നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ, പക്ഷേ നമുക്ക് എന്തെങ്കിലും പ്രൈവസി ഉണ്ടോ? നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മൾ വിചാരിക്കും ഗൂഗിളിൽ കയറി ഹിസ്റ്ററി കയറിയിട്ട് എല്ലാം ഡിലീറ്റ് ആയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഒന്നും ഡിലീറ്റഡ് അല്ല. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ഒരു സമാധാനത്തിന് അത് ഡിലീറ്റ് ചെയ്യുന്നു. താൽക്കാലികമായിട്ട് ആരും അറിയുന്നില്ല. സോ നമ്മൾ പോണോഗ്രാഫി ഒരു വലിയൊരു മേഖലയാണ്. പോണോഗ്രാഫിയുടെ ഒരു വലിയ പ്രത്യേകത, മറ്റ് അഡിക്ഷനിൽ നിന്നുള്ള ഒരു വലിയ പ്രത്യേകത, ഇറ്റ് റീഷേപ്സ് അവർ ബ്രെയിൻ. ഞാൻ ആ ഒരു പടം കൊടുത്തിരിക്കുന്നത്, ആ വഴി കണ്ടോ? ആ വഴിയിൽ അങ്ങനെ 2 പാട് വന്നത് എന്തുകൊണ്ടാണ്? വണ്ടി പോയാണ് അങ്ങനെ ആ പാത അവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം നാട്ടിൻപുറങ്ങളിലൊക്കെ ജീവിക്കുന്നവർ നടന്ന് അവർ അതുവഴി ഒരു വഴി ഉണ്ടാവും. വേറൊരു റൂട്ടിൽ കൂടെ വേറെ ആരെങ്കിലും നടന്നാൽ അങ്ങനെ ഒരു വഴി ഉണ്ടാവും. സോ അങ്ങനെ നടന്ന് ഉണ്ടായിരിക്കുന്ന വഴിയാണ്. അതുപോലെ തന്നെയാണ് പോണോഗ്രാഫിയിൽ കണ്ട് ബ്രെയിനിൽ നമ്മളൊരു വഴി വെട്ടുക. അത് പിന്നെ ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പലരും അത് വേണ്ടാന്ന് വെച്ചിട്ടും ആ വഴി അവിടെ കിടക്കുക, ആ വഴി കൂടെ പിന്നെ യാത്ര ചെയ്യേണ്ടി വരുന്നത്. സോ നമ്മുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അഡിക്ഷനായിരുന്നു പോണോഗ്രാഫി അഡിക്ഷൻ. ദെൻ സബ്സ്റ്റൻസ് അഡിക്ഷൻ ഇന്ന് പത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഏതാ? MDMA. ഇപ്പം എന്താ പറയുന്നത്, എല്ലാ ദിവസവും പത്രത്തിൽ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു, കംപ്ലീറ്റ് വേട്ടയാണ് അല്ലേ? MDMA വേട്ടയാണ്. എവിടെ നിന്നെല്ലാം ആ സാധനം വരുന്നത്? എത്ര ചെറുപ്പക്കാർ, എത്ര കുട്ടികൾ, കൊച്ചു പിള്ളേർ, സ്കൂൾ പിള്ളേർ വരെയൊക്കെ ട്രാപ്പിലാകുവാണ്. മുട്ടായിയിൽ കൂടെ, ചോക്ലേറ്റിലൂടെ, ജ്യൂസിലൂടെ. എന്തോരും ആപത്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയ ഇവിടെ ഇരിക്കുന്ന ടീനേജേഴ്സ്, നിങ്ങളുടെ ഒരു ഡിസിഷൻ, ഞങ്ങളിത് ഉപയോഗിക്കത്തില്ല, ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഇത് ഉപയോഗിക്കാൻ എൻകറേജ് ചെയ്യത്തില്ല, ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ഇതിനെതിരായിരിക്കും എന്നൊരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അല്ലെങ്കിൽ അവരൊക്കെ ഉപയോഗിക്കുന്നു, ഞാൻ ഉപയോഗിക്കുന്നില്ല, കൈയും കെട്ടി നോക്കി നിൽക്കാതെ യു ഷുഡ് ഡൂ സംതിങ്. നിങ്ങളുടെ സൊസൈറ്റിയെ നിങ്ങൾ റിവൈവ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ സമൂഹം ഒരു വലിയ ആപത്തിലൂടെ കടന്നു പോകുന്നു. വി ആർ ദ റെസ്പോൺസിബിൾ പീപ്പിൾ. നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. നമ്മൾ അതിന് അടിമപ്പെട്ട് പോകാതെ, നമ്മൾ ആ വഴിക്ക് പോകാതെ, നമ്മൾ അതിൻ്റെ പുറകെ പോകാതെ വി ഷുഡ് ഡു സംതിങ്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. എഗെയിൻ അതും നമ്മൾ എങ്ങനെ തുടങ്ങുന്ന, ക്യൂരിയോസിറ്റിക്ക് തുടങ്ങുന്നതാണ്, ഫ്രണ്ട്സിനെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ തുടങ്ങുന്നതാണ്. ഒന്ന് വലിക്കടാന്ന് പറയുമ്പോൾ നമ്മൾ വലിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ കളിയാക്കും, നീ ആണാണോ എന്ന് ചോദിക്കും, ഈ കാലത്ത് ഇതൊക്കെ ഇല്ലെങ്കിൽ എന്താടാ ജീവിതമെന്ന് ചോദിക്കും. സോ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ചിലപ്പം ട്രൈ ചെയ്യും. പക്ഷെ പിന്നീട് അത് റെപ്പിറ്റീഷൻ ആകും, ഹാബിറ്റ് ആകും, ബോണ്ടേജ് ആകും. അങ്ങനെ
നമ്മൾ അതിന് അടിമയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കോൺസിക്വൻസസും സൊല്യൂഷൻസും ഒക്കെ ബാക്കി എല്ലാത്തിനുമുള്ള കോൺസിക്വൻസസ് ആൻഡ് സൊല്യൂഷൻസ് പോലെ തന്നെയാണ്. നൗ നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് വരിക. എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ വെളിയിൽ വരാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ ഈ ചങ്ങല പൊട്ടിക്കാൻ സാധിക്കുന്നത്? ലിറ്ററലി നമ്മളൊക്കെ ചങ്ങലയിൽ പൂട്ടിക്കിടക്കുന്നതിന് തുല്യമാണ്. ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ചങ്ങല ആരും കാണുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ജയിലിൽ ഒരുത്തനെ അല്ലെങ്കിൽ ഒരു കള്ളനെ പിടിച്ചാൽ അവൻ്റെ കയ്യിൽ വിലങ്ങിട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുത്തൻ ജയിലിനകത്ത് കിടക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ നമ്മുടെ ദേഹത്ത് കിടക്കുന്ന ചങ്ങല അതാർക്കും കാണാൻ പറ്റുന്നില്ല, അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നു. നിങ്ങൾ എന്തിനാലാണ് പൂട്ടപ്പെട്ട് കിടക്കുന്നത്? നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ പലപ്പോഴും പൊട്ടിക്കാൻ ശ്രമിക്കുക, നമ്മുടെ എല്ലാ ശക്തി ഉപയോഗിക്കുക, സാധിക്കുന്നില്ല. സോ ഡിഫിക്കൽട്ട്. ആരോടെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ പറയുന്നേ? പോണോഗ്രാഫി എങ്ങനെ പറയുന്നേ? അല്ലെങ്കിൽ തെറ്റായ റിലേഷൻഷിപ്പിനെ കുറിച്ച് എങ്ങനെ പറയുന്നേ? സെക്ഷൽ സെൻസിനെ കുറിച്ച് എങ്ങനെ പറയുന്നേ? ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെ പറയുന്നേ? വീട്ടിലെങ്ങനെ പറയുന്നേ? ചങ്ങളിങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. വി ഷുഡ് കം ഔട്ട്. നമ്മൾ അതിൽ നിന്ന് പുറത്തു വരണം. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് വി ഷുഡ് റെക്കഗ്നൈസ് ദ പ്രോബ്ലം. നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇറ്റ്സ് ഓക്കെ പറഞ്ഞ് പോകരുത്. ദിസ് ഈസ് മൈ ലൈഫ്, മൈ ഫ്രീഡം, മൈ റൈറ്റ്, മൈ സ്പേസ്, ഇങ്ങനെയൊക്കെയുള്ള ലോകത്തിൻ്റെ സ്ലോഗൻ പറഞ്ഞുകൊണ്ട് നടക്കരുത്. റെക്കഗ്നൈസ്, ഇതൊരു പ്രോബ്ലമാണ്, ഇതൊരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. മെൻറ്റേഴ്സിനെ കാണുക. ഇഫ് യു നീഡ് മെഡിക്കൽ ഹെൽപ്പ്, അത് നിങ്ങൾ നേടണം. പല അഡിക്ഷൻസിനും മെഡിക്കേഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സ്റ്റേജസ് ആണെങ്കിൽ അതിലേക്ക് പോകണം. റീപ്ലേസ് ദ ഹാബിറ്റ് വിത്ത് എ ഹെൽത്തി വൺ. എക്സാമ്പിൾ സ്പോർട്സ്, റീഡിങ്. ഞാൻ എപ്പോഴും ഹൈലി സജസ്റ്റ് ചെയ്യുന്ന, സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ശരീരമൊക്കെ അനങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. ചുമ്മാ റൂമിനകത്ത് പോയി ഫോൺ പിടിച്ച് കുത്തിയിരിക്കും. നമ്മൾ സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ ഫോൺ എടുത്ത് കട്ടിലേക്ക് കയറി അത് നോക്കിയിരിക്കുക. നോ, റീപ്ലേസ് ഇറ്റ്. ഡു സംതിങ് എൽസ്. വേറെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. നിങ്ങൾക്കൊക്കെ ഹോബീസ് ഉണ്ട്, ഹാബിറ്റ്സ് ഉണ്ട്. അതെന്താണ്, ഇഷ്ടമുള്ള ഏരിയാസ് എന്താണെന്ന്, പാഷൻ എന്താണെന്ന് നോക്കുക. സെറ്റ് ബൗണ്ടറീസ്, ടൈം ലിമിറ്റ്സ്, ആപ്പ് കൺട്രോൾസ്, ബ്ലോക്കിംഗ് സൈറ്റ്സ്, ഇതുപോലുള്ള ഓപ്ഷൻസ് നമ്മുടെ ഫോണിലൊക്കെ ഉണ്ട്. ഡു ദാറ്റ്. സ്റ്റേ അക്കൗണ്ടബിൾ. നല്ല പാർട്ട്നേഴ്സിനെ, മെൻറ്റേഴ്സിനെ നിങ്ങൾ കണ്ടെത്തുക, അക്കൗണ്ടബിൾ ആക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ, ചിലപ്പോൾ നിങ്ങൾക്ക് സീനിയേഴ്സിനോടൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എമംഗ് യു, നിങ്ങളിൽ തന്നെയുള്ള ചില ഫ്രണ്ട്സിനെ കണ്ടതില്ല, എനിക്കിങ്ങൊരു പ്രശ്നമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥ. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ നമ്മളതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. സാധാരണ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നും കൂടെ ചെയ്തിട്ട് നാളെ മുതൽ സ്റ്റോപ്പ് ചെയ്യും. ആ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എന്താ പറയണ്ടേ? ഇന്ന് ഞാൻ ചെയ്തില്ല. നാളെയും പറയേണ്ടത് സെയിം ഫ്രീസാണ്, ഇന്ന് ഞാൻ ചെയ്തില്ല. നമ്മൾ ഒരു ലോങ് കമ്മിറ്റ്മെൻ്റ് ഒന്നും വേണ്ട. ഇന്നത്തെ കാര്യം നോക്കും. ടുഡേ, ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുക. നൗ, ദിസ് നൈറ്റ്, ഇന്ന് ഞാൻ ഫോൺ എടുക്കത്തില്ല. ഇന്ന് ഞാൻ കട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഐ വിൽ നോട്ട് യൂസ് ഫോൺ. ഞാൻ കുറച്ച് സമയം അത് മാറ്റി വെക്കുക. അങ്ങനെ സ്മോൾ സ്റ്റെപ്സ് എടുക്കുക. ട്രിഗറിങ് പ്ലേസസ്. നിങ്ങൾ ചില സ്ഥലങ്ങളിൽ ആയിരിക്കും, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു മുറിയിലായിരിക്കുമ്പോഴായിരിക്കും ഫോൺ എടുക്കണം, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കണം, ഡ്രഗ്സ് എടുക്കണം എന്നൊക്കെ തോന്നുന്നത്. ഫൈൻഡ് ദാറ്റ് പ്ലേസ്. അവിടെ പോകാതിരിക്കുക. ടൈം, ചില സമയങ്ങൾ. കിടക്കാൻ പോകുന്നതിന് മുമ്പ് പോണോഗ്രാഫി കണ്ടിട്ടേ കിടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ശീലമുള്ളവരുണ്ട്. അവോയ്ഡ് ദാറ്റ്. കട്ടിലിലോട്ട് പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകരുത്. ടെൽ എ ഫൈറ്റർ വേഴ്സ്. മെമ്മറൈസ് എ വേഴ്സ്. ഒരു വാക്യമെങ്കിലും ഇതിനു വേണ്ടി, നിങ്ങളുടെ പർട്ടിക്കുലർ പ്രശ്നത്തിനെ ഫേസ് ചെയ്യാൻ വേണ്ടി ഒരു വാക്യം മെമ്മറൈസ് ചെയ്യുക. അതെപ്പോഴും പറയാൻ ശ്രമിക്കുക. ആൻഡ് ട്രാക്ക് യുവർ പ്രോഗ്രസ്. ലൈക്ക്, ഓക്കെ, ഇന്ന് ഞാൻ ചെയ്തില്ല, ഗുഡ്, അപ്രീഷിയേറ്റ്. നിങ്ങളൊരു ടിക്ക് കൊടുക്കുക, അവിടെ ഒരു സ്റ്റാർ കൊടുക്കുക. നെക്സ്റ്റ് ഡേ നിങ്ങൾ തന്നെ റിവാർഡ് കൊടുക്കുക. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ചില സ്പിരിച്വൽ കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം. കൺഫസ് ആൻഡ് ആസ്ക് ഗോഡ് ഫോർ ഹെൽപ്പ്. കൺഫസ് മീൻസ്, വാട്ട്സ് ദ മീനിങ് ഓഫ് കൺഫസ്? ഏറ്റുപറയുക. എന്താ ഏറ്റുപറയേണ്ടിയേ? പാപം. കർത്താവേ, ഞാൻ അശ്ലീലമായത് കണ്ടു,
എന്നോട് ക്ഷമിക്കണം. എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്നല്ല, കർത്താവെ ഞാൻ അശ്ലീലമായത് കണ്ടു, എന്നോട് ക്ഷമിക്കണമേ, എന്നെ സഹായിക്കണമേ. പ്രേ ഡെയിലി ഫോർ സ്ട്രെങ്ത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. കർത്താവ് ശിഷ്യന്മാരോട് ക്രൂശീകരണത്തിൻ്റെ സമയത്ത് കടന്നുറങ്ങിയപ്പോൾ എന്താ പറഞ്ഞേ? ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമാണെങ്കിൽ ജഡം ബലഹീനമാണ്. വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഫിൽ യുവർ ഹാർട്ട് വിത്ത് ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനം ഡെയിലി ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക. വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നടക്കുക. ഈ വാക്യം ഒന്ന് വായിക്കാമോ? മൈ ലാസ്റ്റ് വേഴ്സ്, 2 Timothy 2:22. 2:2. Okay, that's the chord. Yeah. ഓക്കെ, സോ ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, റൺ ഫ്രം. യൗവന മോഹങ്ങളെ വിട്ട് ഓടണം. എവിടെ നിന്നാ ഓടണ്ടേ? എന്തിൽ നിന്നാ ഓടണ്ടേ? ലൗഡർ. എന്തിൽ നിന്നാ ഓടണ്ടേ? ഒന്നുറക്കെ പറഞ്ഞു. എന്തിൽ നിന്നാ ഓടണ്ടേ? യൗവന മോഹങ്ങളെ. ഇത്രയും നേരം പറഞ്ഞ പല കാര്യങ്ങളും അല്ല, എല്ലാ കാര്യങ്ങളും യൗവന മോഹങ്ങളാണ്. അതിൽ നിന്ന് വിട്ടോടണം. എങ്ങനെയൊക്കെ ഓടണം എന്ന് അറിയാമോ? ഫിസിക്കലി റൺ. ചില സ്ഥലത്ത് നിന്ന് തന്നെ ഓടേണ്ടി വരും. യോസേഫ് അതാ ചെയ്തത്, ഓടി. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചില്ല, ദൈവമേ അങ്ങയുടെ ഹിതം എന്താണെന്ന് വെളിപ്പെടുത്തി തരണമേ. ഇല്ല, നോ. അന്നേരം നമ്മൾ സ്പിരിച്വൽ ആകണ്ട, ഓടേണ്ട ഇടത്ത് ഓടിക്കണം. വിഷ്വലി റൺ. കാണണ്ടാത്ത കാര്യങ്ങൾ കാണാൻ നിൽക്കരുത്, ഓടിക്കണം. മെൻ്റലി റൺ. മാനസികമായി നമ്മുടെ തോട്ട് പ്രോസസ് മാറാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോഴേ റൺ അവേ, അവിടെ നിന്ന് ഓടിക്കണം. നോ, എങ്ങോട്ടാ ഓടണ്ടേ? റൺ ടു righteousness, faithfulness, love and peace. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇതിനർത്ഥങ്ങൾ കൂടെ പഠിച്ചോണം. ഓക്കെ, ലാസ്റ്റ്, റൺ വിത്ത്. എൻജോയ് ദ കമ്പാനിയൻഷിപ്പ് ഓഫ് ദോസ് ഹൂ കോൾ ഓൺ ദ ലോർഡ് വിത്ത് പ്യുവർ ഹാർട്ട്സ്. ദൈവമക്കളുമായിട്ട് ഉള്ള നമ്മുടെ ഫെലോഷിപ്പാണ്. പ്രേ വിത്ത് വൺ അനദർ, കൺഫ്യൂസ് വൺ അനദർ ആൻഡ് എൻകറേജ് വൺ അനദർ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ എന്തിൽ അഡിക്റ്റഡ് ആണ് എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദെയർ ആർ പീപ്പിൾ ഹു ആർ അഡിക്റ്റഡ് വിത്ത് മെനി തിങ്സ്. മേ ബി പോണോഗ്രാഫി, സബ്സ്റ്റൻസ്, ഫോൺ, ഗെയിംസ്, സെക്ഷൽ സിൻസ്, ലോട്ട് ഓഫ് തിങ്സ്. That is affecting your relationship with Christ. കർത്താവിൻ്റെ അടുക്കൽ വരാനോ പ്രാർത്ഥിക്കാനോ ആത്മീയ സന്തോഷം അനുഭവിക്കാനോ സ്പിരിച്വലി പ്രൊഡക്റ്റീവ് ആകാനോ ഒന്നും സാധിക്കുന്നില്ല. ഇൻസൈഡ് യു മേ ബി ക്രൈയിങ്, കർത്താവേ എന്നെ സഹായിക്കണം. നിങ്ങളിവിടെ കേട്ട പ്രാക്ടിക്കൽ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന്, ഓഫ് കോഴ്സ് നമ്മളുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. കർത്താവിൻ്റെ അടുക്കൽ വരണം. ഇഫ് യു നീഡ് ഹെൽപ്പ്, നിങ്ങളത് ചോദിക്കണം. നിങ്ങൾക്ക് ആ ഹെൽപ്പ് വേണം. ഹെൽപ്പ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പോകാനായിട്ട്, രക്ഷപ്പെടാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എനിക്കറിയാം ഒരുപക്ഷെ പലരും എൻജോയ് ചെയ്യുമായിരിക്കാം അതിൽ, പക്ഷെ പലരും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിമിഷം നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ തലകളെ ഒന്ന് താഴ്ത്താം, കണ്ണുകളൊന്ന് അടയ്ക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവത്തോട് നേരിട്ട് പറയാം. കർത്താവേ, ഞാൻ പോണോഗ്രാഫിക്ക് അഡിക്റ്റഡാണ്, ഞാൻ റിലേഷൻഷിപ്സിന് അഡിക്റ്റഡാണ്, ഞാൻ പല സെക്ഷൽ സിൻസിന് അഡിക്റ്റഡാണ്, ഞാൻ ഗെയിംസിന് അഡിക്റ്റഡാണ്, സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേരൻസുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സ്പിരിച്വൽ കാര്യങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഐ എം സോ ഡിപ്രസ്ഡ്. കർത്താവിനെ സഹായിക്കണേ. കർത്താവിൻ്റെ അടുക്കൽ നമ്മൾ ആത്മാർത്ഥമായി വരുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ലെറ്റ്സ് പ്രേ. സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളൊക്കെ പലപ്പോഴും അങ്ങയിൽ നിന്ന് ഓടിപ്പോകുന്നവരാണ്. ഞങ്ങളെ സഹായിക്കണേ. കർത്താവേ, പിശാച്
ഒത്തിരി തന്ത്രങ്ങളുമായി ഞങ്ങളുടെ അടുക്ക് വരുന്നു. ഞങ്ങളതിലൊക്കെ പെട്ടുപോകുന്നു, ട്രാപ്ഡാണ് കർത്താവേ. ഞങ്ങളുടെ അവസ്ഥയൊന്നും ആർക്കും അറിയത്തില്ല, ഞങ്ങളുടെ പേരൻസിന് അറിയത്തില്ല, ഞങ്ങളുടെ ചർച്ചിൽ ആർക്കും അറിയത്തില്ല. ഞങ്ങൾ സഫർ ചെയ്യുന്നുണ്ട് കർത്താവേ. ഞങ്ങൾക്ക് ഇതിനൊക്കെ വെളി വരണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവേ. ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ക്രൂശിൻ്റെ സാക്ഷികളായിട്ട്, യേശുവിൻ്റെ മക്കളായിട്ട്, നല്ല ഡിസൈപ്പിൾസായിട്ട്, അങ്ങയുടെ ഫോളോവേഴ്സായിട്ട്, ലോകത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷികളായി തന്നെ ജീവിക്കാൻ അവരെ സഹായിക്കണമേ. എല്ലാ അഡിക്ഷൻസിനും ഓവർകം ചെയ്യാൻ ദൈവം അവർക്ക് കൃപയും ശക്തിയും നൽകി കൊടുക്കണമേ കർത്താവ്. ഈ ക്യാമ്പിന് വന്നത് അവരുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി അവർക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ സാധിച്ചു എന്ന് പറയാനിടയാക്കണമേ കർത്താവ്. എത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച്.